കലാലയംഗണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ പഞ്ചമണി, പഞ്ചാമൃതം, പഞ്ചവാദ്യം, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചനക്ഷത്രം, പിന്നെ പഞ്ചസാര എന്നെല്ലാം കേട്ടിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി നിങ്ങൾ ഇന്നിവിടെ കാണാൻ പോകുന്ന പരിപാടിയുടെ പേരാണ് പഞ്ചമ്മച്ചീസ്. പഞ്ചമ്മച്ചീസ് എന്ന് പറഞ്ഞാൽ പഞ്ചറായ അമ്മച്ചീസ് എന്ന് വിചാരിക്കരുത്. ഇത് നല്ല പഞ്ചുള്ള 5 അമ്മച്ചിമാരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പഞ്ചമ്മച്ചീസിനെ. പഞ്ചമ്മച്ചീസിന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്യമായ സ്വാഗതം. ഞാൻ നമ്മുടെ അമ്മച്ചിമാരെ പരിചയപ്പെടാം. ആദ്യമായി ഓൾ കേരള മലയാളീസ് അമ്മച്ചീസ് അസോസിയേഷൻ പ്രസിഡന്റും 18 മക്കളുടെ അമ്മയുമായ അക്കാമ്മച്ചേർത്തി. അടുത്തതായി ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ കഠിന വ്യായാമവും ഭക്ഷണ നിയന്ത്രണവുമായി നമ്മുടെ മലയാളികൾക്ക് മാതൃകയായ സാറാമ്മ അമ്മച്ചി. അമ്മച്ചി പ്ലീസ്. മൂന്നാമതായി കട്ടപ്പനയിലെ തട്ടുകടയിൽ മുട്ടക്കച്ചവടം നടത്തുന്ന കുട്ടപ്പൻ ചേട്ടന്റെ ഭാര്യയും മാതൃസംഘടനാ പ്രസിഡന്റുമായ ഏലിയാമ്മ ചേർത്തി. അടുത്തതായി പരദൂഷണം എന്ന പാട് ലോകത്തിൽ തുടച്ചു മാറ്റുവാൻ വേണ്ടി നാട്ടുകാരുടെ മുഴുവൻ കുറ്റം പറഞ്ഞു നടക്കുന്ന പരദൂഷകിയും പൊങ്ങച്ചക്കാരിയുമായ അമരാമ്മ അമ്മച്ചി. അവസാനമായി ഫാഷൻ ഡിസൈനിങ്ങിന്റെ കലയിൽ അഗ്രഗണ്യം TV അവതാരകമായ നമ്മുടെ മറിയാമ്മക്കുട്ടി അമ്മച്ചി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അമ്മച്ചിമാരുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് ചോദിച്ചാലും അവർ പാട്ടിലൂടെ മാത്രമേ മറുപടി തരികയുള്ളൂ. ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്റെ കർത്തവ്യത്തിലേക്ക് ഇടയ്ക്കാണ്. റിട്ടേൺ ബാക്ക് ടു ദ ഷോ പഞ്ചമ്മച്ചീസ്. ആദ്യമായി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഒരു സൗന്ദര്യം, ഈ ഒരു കുണുക്ക്, ഇത് അമ്മച്ചിമാരുടെ ഇണക്കം തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സൗന്ദര്യത്തോടെ നിങ്ങൾ ഇരിക്കുന്നു. ഈ പ്രായത്തിലും ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ കഴിയുമോ അമ്മച്ചി? ചെമ്പാവ് കുന്നിൽ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന പൂച്ചിരിയോ വായിൽ വെള്ളം പോലത്തെ ഓരോ ഭക്ഷണ സാധനങ്ങൾ എനിക്ക് മാത്രമല്ല ഈ ഇരിക്കുന്ന എല്ലാവർക്കും. അതൊക്കെ പോട്ടെ, ഒരു ചെറിയ സ്വകാര്യം ചോദിക്കാണ്. ജീവിതത്തിൽ പ്രണയിക്കാത്തവരായി നമ്മൾ ആരും ഉണ്ടാവില്ല. ഞാനത് ചോദിക്കട്ടെ, നിങ്ങളുടെ ആദ്യകാലത്തെ പ്രണയത്തെ കുറിച്ച് എന്തായിരുന്നു നിങ്ങളുടെ ആദ്യകാലത്തെ പ്രണയത്തെ അവസ്ഥ? പ്ലീസ്. അപ്പൊ ആ പ്രണയം പൂത്തു, കായ്ച്ചു, പടർന്നു, പന്തലിച്ചു. അപ്പച്ചന്മാരുടെ ഒരു ഭാഗ്യം. എന്ത് പറഞ്ഞു അപ്പച്ചന്മാർ നിങ്ങളുടെ ആദ്യകാല പ്രണയത്തെ കുറിച്ച്?
അപ്പൊ ആ പെൺകുട്ടിക്ക് ഇടം കൊടുത്തുകൊണ്ട് ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആയാലോ അമ്മച്ചി? എന്തൊക്കെയായാലും ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അപ്പൊ അമ്മച്ചിമാർ അപ്പച്ചമാർ ഇതൊക്കെ പറഞ്ഞെങ്കിലും അമ്മച്ചിമാരുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? ഓ, അപ്പോൾ അങ്ങനെയായിരുന്നു നിങ്ങളുടെ കാലം. ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്തത് ഇത് തന്നെ. അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തത്, നമ്മൾ മക്കളെ കുറിച്ച് ലാപ്പും ആപ്പും ആപ്പിളുമായി നടക്കുന്ന ഈ ഒരു നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ മക്കളുടെ കാര്യം ഇങ്ങനെയോ? എന്റെ ദൈവമേ, അപ്പൊ അവര് കിട്ടിയ മരുമക്കളോ? ഓ, അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമുള്ള മരുമക്കള് കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുന്നൊരു സ്നേഹം അല്ലേ? അതൊക്കെ പോട്ടെ. എന്തായാലും ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി കുറച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്ന് നമ്മൾ ഈ ഒരു സെന്റ് ജൂഡ് ദേവാലയം കെട്ടിപ്പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസ്ഥയിലൂടെ നിൽക്കുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ചർച്ചിന്റെ ഉത്ഭവത്തെ കുറിച്ച് എന്തായിരുന്നു? ഈ ചർച്ചിന്റെ ഒരു ഉത്ഭവത്തിന്റെ സ്ഥിതി എങ്ങനെയായിരുന്നു പറയാൻ കഴിയുമോ? അവനവൻ കുരുക്കുന്ന ഞാൻ ചോദിച്ചത് കുലുമാലോ ഇതിനെ കുറിച്ചല്ല, ഈ പള്ളിപ്പണി ഉത്ഭവം. അതായത് നമ്മൾ വിശ്വാസികളെല്ലാം ചേർന്ന് നമ്മളെ കൂടെ നിർത്താനും ഈ ഒരു ആരാധനാലയത്തിന് തുടക്കം കുറിക്കാനും അതിന് നിങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ വായിൽ കറവറ, നമ്മുടെ വായിൽ കറവറ, നമ്മുടെ വായിൽ കറവറ, നമ്മുടെ വായിൽ കറവറ. നമ്മുടെ വായിൽ കറവറ, നമ്മുടെ വായിൽ കറവറ, നമ്മുടെ വായിൽ കറവറ, നമ്മുടെ വായിൽ കറവറ. ഹോട്ടൽ നടത്തിയ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഈ പള്ളി പണി തുടങ്ങിയപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? ഇനി അതെല്ലാം പോട്ടെ, ഒരു ഹോട്ടൽ പോലെ ഇത്ര നല്ല ഭക്ഷണവും ബിരിയാണി എല്ലാം ഉണ്ടാക്കി കൊടുത്താലും വിശ്വാസികൾ കൂടെ നിൽക്കുന്നത് യാതൊരു നിർബന്ധവുമില്ല. അതിന് നമുക്ക് വേണ്ടത് നമ്മളെ നയിക്കുന്ന ഏറ്റവും നല്ല ഒരു അച്ഛനെയാണ്. അപ്പോൾ ഞാനും കേട്ടിരിക്കുന്നു ജെയിംസ് അച്ഛനെ കുറിച്ച്. സുന്ദരനും സുമുഖനും സുശീലനും സുസാംഗനും പിന്നെ സുസ്മേരവദനും നമുക്കെല്ലാം പ്രിയപ്പെട്ടവരുമായ നമ്മുടെ ജെയിംസ് അച്ഛൻ. എന്താണ് ജെയിംസ് അച്ഛനെ കുറിച്ച് നിങ്ങൾ പറയാനുള്ളത്?
ഒരു കൊല്ലം പോട്ടെ, ഇത്ര മനോഹരമായ ഇത്ര സുന്ദരനായ ഒരു അച്ഛൻ, ഇതായിരുന്നു നമ്മുടെ തുടക്കം. ഈ അച്ഛനിൽ നിന്ന് മാറി സെൽഫിച്ചിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ നയിക്കുന്ന സെൽഫിച്ചൻ. എന്റെ ദൈവമേ, മൊത്തം ഊരിക്കൊണ്ട് പോയോ? ഉള്ള ഊറ്റിയെടുത്തു. പക്ഷേ ഒരു കാര്യം, എല്ലാ ഊറ്റിയാലും ഇതുപോലൊരു അച്ഛൻ നമുക്ക് കിട്ടുക തന്നെ വളരെ പ്രയാസമാണ്. ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു ഈ സെന്റ് ജൂഡ് പള്ളിയുടെ നിർമ്മാണത്തിലും ഇത് നമ്മളിക്കുന്ന അവസ്ഥയിലും. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി വീണ്ടും നന്ദി പറയുന്നു. നമ്മുടെ ഈ സെന്റ് ജൂഡ് പള്ളിയുടെ നിർമ്മാണത്തെ കുറിച്ച് എല്ലാവർക്കും വേണ്ടിയും. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം punjabacheese@stjude.com. Goodbye.